ഇന്ന് സാമ്പത്തിക ലോകവും പൊതുസമൂഹത്തിലും വലിയ ചർച്ചയായ ഒരു വിഷയമാണ് പ്രമുഖ ധനകാര്യ സ്ഥാപനമായ മുത്തൂറ്റ് മിനി ഫിനാൻസ് ചെയർമാൻ റോയ് എം മാത്യുവിനെതിരായ ലൈംഗിക അതിക്രമ കേസ്. അദ്ദേഹത്തിന്റെ തന്നെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയാണ് ഗുരുതരമായ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കേസിന്റെ പ്രധാന ആരോപണങ്ങളും കാര്യങ്ങളും ഒന്ന് പരിശോധിക്കാം. തന്നോട് മോശമായി പെരുമാറിയെന്നും ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുമാണ് പരാതിയിലെ മുഖ്യ ആരോപണം. ഈ അതിക്രമ ശ്രമങ്ങളെ എതിർത്തപ്പോൾ തൊഴിൽപരമായി പ്രതികാര നടപടി സ്വീകരിക്കുകയും തന്നെ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു എന്ന് പരാതിക്കാരി ആരോപിക്കുന്നു. പരാതിയുടെ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് ഉടനടി നടപടി സ്വീകരിച്ചു. നടപടിയെടുത്ത പോലീസ് ഉടൻ തന്നെ കേസ് വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ചെയർമാനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. റോയ് നിലവിൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. തന്റെയും സ്ഥാപനത്തിന്റെയും പ്രതിച്ഛായ തകർക്കാനുള്ള ഒരു കള്ളക്കേസാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പരാതിക്കാരിയെ പിരിച്ചുവിട്ടത് വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല എന്നും മറിച്ച് സാമ്പത്തികമായ ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പിരിച്ചുവിട്ടതെന്നും അദ്ദേഹം പറയുന്നു. ഈ പിരിച്ചുവിടൽ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് പരാതിക്കാരി ഇത്തരത്തിലൊരു കള്ളപ്പരാതി കൊടുത്തത് എന്നാണ് റോയിയുടെ വാദം. പോലീസ് കേസിനെ കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചു വരികയാണ്. പരാതിക്കാരിയുടെയും മറ്റ് സാക്ഷികളുടെയും മൊഴികൾ രേഖപ്പെടുത്തുന്ന നടപടികൾ തുടർന്നു വരുന്നു. ഈ സാഹചര്യത്തിൽ അറസ്റ്റ് ഭയന്ന് റോയ് എം മാത്യു കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യാപേക്ഷയെ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. നിയമപരമായിട്ടുള്ള ഒരു പ്രതിരോധമാണ് താൻ നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രമുഖ സ്ഥാപനത്തിന്റെ ചെയർമാനെതിരെ വന്ന ഈ ലൈംഗികാതിക്രമ കേസ് തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുന്നുണ്ട്. നിലവിൽ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. ഇരുഭാഗത്തെയും വാദങ്ങൾ തെളിയിക്കുകയും ശേഷം കോടതിയുടെ അന്തിമ വിധിയിലൂടെ മാത്രമേ കേസിൽ പൂർണ്ണ സത്യം പുറത്തു വരികയുള്ളെന്നും നമുക്കെല്ലാവർക്കും അറിയാം. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ പല കേസുകൾ വരുന്നത് കൊണ്ടും വ്യാജമായ കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നത് കൊണ്ടും പലപ്പോഴും യഥാർത്ഥ കേസുകൾ മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഈ കേസിൽ സത്യസന്ധത നിലനിർത്തുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും പുറത്തു കൊണ്ടുവരികയും പ്രമുഖ സ്ഥാപനത്തിന്റെ ചെയർമാനെതിരെ വന്ന ഈ ലൈംഗികാതിക്രമ കേസ് തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുന്നുണ്ട്. നിലവിലെ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. ഇരുഭാഗത്തെയും വാദങ്ങൾക്കും തെളിവുകൾക്കും ശേഷം കോടതി അന്തിമമായ വിധി പ്രഖ്യാപിക്കും. അതിനുശേഷം മാത്രമേ ഇതിന്റെ പൂർണ്ണമായ സത്യം പുറത്തു വരികയുള്ളൂ. ഈ ഒരു കാലഘട്ടത്തിൽ നിരവധി ലൈംഗികാതിക്രമ കേസുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഇപ്പോൾ കോടതി എടുത്തിരിക്കുകയാണ്. അതിന് തൊട്ടു മുമ്പ് നിവിൻ പോളിക്കും ബാലചന്ദ്ര മേനോനുമെതിരെ ഒരു ലൈംഗികാതിക്രമ കേസ് ഉണ്ടായിരുന്നു. പക്ഷെ അന്വേഷണം പൂർത്തിയായതോടു കൂടിയിട്ട് അത് വ്യാജമായിട്ടുള്ള ഒരു കേസാണെന്ന് തെളിയുകയും ചെയ്തു.